ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 2 ശമൂവേൽ 19 അധ്യായം 32 വാക്യം. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. ഗിലെയാദിലെ ധനികനായ ഒരു പ്രമാണിയായിരുന്നു ബർസില്ലായി. അദ്ദേഹം 80 വയസ്സുള്ള ഒരു വയോധികൻ ആയിരുന്നു. ദാവീദ് രാജാവ് അബ്ശാലോമിനെ ഭയന്ന് രക്ഷപ്പെടുവാനായി രാജധാനി ഉപേക്ഷിച്ച് ഓടി യോർദാനു കിഴക്കെത്തിയപ്പോൾ ബർസില്ലായി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകി സഹായിച്ചിരുന്നു. അത് 2 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ യുദ്ധം അവസാനിച്ച് ദാവീദ് വിജയശ്രീ ലാളിതനായുള്ള മടക്കയാത്രയിൽ ബർസില്ലായി രാജാവിനെ യോർദാൻ കടക്കുവാൻ സഹായിക്കുകയും അക്കരെ എത്തിയ ശേഷം രാജാവിനോട് വിട പറയുകയും ചെയ്യുന്നു. എന്നാൽ മഹാധനികനും സ്നേഹവാനുമായ ബർസില്ലായിയോട് യെരൂശലേമിൽ തൻ്റെ കൂടെ വന്ന് താമസിക്കുവാൻ ദാവീദ് രാജാവ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ബർസില്ലായി രാജാവിനോട് ഇപ്രകാരം മറുപടി പറയുന്നു: ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയന് അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോട് കൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന് എന്ന് ബർസില്ലായി രാജാവിനോട് അവിടെ ചോദിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ തൻ്റെ വാർദ്ധക്യകാലം സ്വന്തം ദേശത്ത് ചെലവഴിക്കാനും താൻ മരിക്കുമ്പോൾ മാതാപിതാക്കളുടെ കല്ലറയ്ക്ക് സമീപം അടക്കം ചെയ്യണം എന്നും ആയിരുന്നു ബർസില്ലായി ആഗ്രഹിച്ചത്. അതിനാൽ ദാവീദ് രാജാവിൻ്റെ ക്ഷണം സന്തോഷത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. വാർദ്ധക്യത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ബർസില്ലായിക്ക് സാധിച്ചു. അതോടൊപ്പം പ്രത്യാശയോടെ ഉള്ള ജീവിതം നയിക്കുവാൻ ബർസില്ലായിക്ക് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രത്യാശയോടെ ബർസില്ലായിയെപ്പോലെ ജീവിപ്പാൻ ദൈവം നമ്മെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ കരുതുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം പ്രത്യാശയുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.